ഗാന്ധിയുടെ ചിന്തയുടെ ഉള്ളടക്കം ആത്മനിഷ്ഠമായിട്ട് മുതലാളിത്ത വിരുദ്ധവും സാമ്രാജ്യ വിരുദ്ധവുമാണ്. പക്ഷേ അതുകൊണ്ട് സാമ്രാജ്യ വിരുദ്ധത, മുതലാളിത്ത വിരുദ്ധത എന്നുള്ളത് ഗാന്ധിയിൽ നിലീനമായിട്ടുണ്ട്. പക്ഷെ മുതലാളിത്തത്തെ ഘടനാപരമായി തിരിച്ചറിഞ്ഞ് ആ ഘടനയുടെ ഉള്ളിൽ കടന്ന് അതിനെ അഴിച്ചു നോക്കാനായിട്ട് ഗാന്ധിജിക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു വൈരുദ്ധ്യം ഗാന്ധിയിലുണ്ട്. ഇപ്പൊ നോക്കൂ, മുതലാളിയുടെ സ്വത്ത് എന്തിനുള്ളതാണ്? മുതലാളിയുടെ സ്വത്ത് മുതലാളിക്ക് ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് മുതലാളി അതിൻ്റെ ട്രസ്റ്റിയാണെന്നാണ് ഗാന്ധി കരുതുന്നത്. അത് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സ്വകാര്യ സ്വത്ത് ഇല്ലാതാകണമെന്ന സോഷ്യലിസ്റ്റ് പൊസിഷൻ ഗാന്ധിക്കില്ല. ആ നിലയിൽ ഗാന്ധിജി ബൂർഷ്വാ എന്ന് വിളിക്കാവുന്ന ഒരു ഫ്രെയിംവർക്കിനുള്ളിലാണെന്ന് പറയാം. കാരണം സ്വകാര്യ സ്വത്തിനെ നിഷേധിക്കാത്ത, സ്വകാര്യ സ്വത്ത് ഇല്ലാതാകണമെന്ന് വാദിക്കാത്ത ഒരാളാണ് ഗാന്ധിജി എന്ന നിലയിൽ ഗാന്ധിയുടെ നിലപാട് ബൂർഷ്വാ നിലപാടാണ് എന്ന് വാദിക്കാവുന്നതാണ് ടെക്നിക്കലായി. പക്ഷെ അതേസമയം തന്നെ ഈ മുതലാളിയുടെ സ്വത്ത് മുതലാളിയുടെ സ്വകാര്യ ഉടമാവകാശമല്ല, അത് പൊതുസമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അയാൾ ബാധ്യതപ്പെട്ട ഒന്നാണ് എന്നിടത്ത് ഗാന്ധി എത്തുകയും ചെയ്യുന്നുണ്ട്. ഗാന്ധിയെ ബൂർഷ്വാ എന്ന് വിളിക്കണമെന്നുള്ള കാര്യത്തിൽ ഇർഫാൻ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബ് പറയുന്നത്, ഈ മാർക്സ് ബൂർഷ്വാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സവിശേഷമായ രീതിയിലാണ്. തനിക്ക് ബഹുമാനമുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ, ആഡം സ്മിത്തിനെയോ റിക്കാർഡോയോ ഒക്കെ കുറിച്ച് പറയുമ്പോൾ മാർക്സ് ഉപയോഗിക്കുക ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്നാണ്. മറിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയാണെങ്കിൽ ബൂർഷ്വാ എക്കണോമിസ്റ്റ് എന്ന് തന്നെ പറയും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഡെറോഗേറ്ററി സെൻസ് ഈ ബൂർഷ്വാ എന്നുള്ള വാക്കിൽ ചിലപ്പോഴൊക്കെ മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കിന് സ്വയമേവ അങ്ങനെ ഒരു മൂല്യം ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. മറിച്ച് അങ്ങനെ ഒരു പ്രയോഗം ഈ മാർക്സിലുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഗാന്ധിയെ ബൂർഷ്വാ എന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. പക്ഷെ ഒരു ക്ലാസിക്കൽ അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂലധന കേന്ദ്രീകരണവും സ്വകാര്യ സ്വത്തുടമസ്ഥതയും നിരോധിക്കാത്തിടത്തോളം ഒരാളെ നിങ്ങൾക്ക് ബൂർഷ്വാ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അത് ഗാന്ധിയിലുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബൂർഷ്വാ എന്നതിനെ കേവലമായ സ്വത്തുടമസ്ഥത മാത്രമായിട്ടാണോ കാണേണ്ടത് എന്ന വലിയ ചോദ്യം അദ്ദേഹം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സാമ്രാജ്യത്വത്തെയും അതുപോലെ തന്നെ മുതലാളിത്തത്തെയും, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ വിരുദ്ധ പോരാളി എന്ന് സംശയമില്ലാതെ വിളിക്കാവുന്ന ഒരാളാണ് ഗാന്ധിജി. അഖിൽ ബിൽഗ്രാമി പറയുന്നുണ്ട്, ആന്റി ഇമ്പീരിയലിസ്റ്റ് ക്യാമ്പയിനർ എന്നുള്ള മാത്രമല്ല, ആന്റി ഇമ്പീരിയലിസ്റ്റ് തിങ്കർ എന്ന നിലയിലും ഗാന്ധിജിയെ കാണണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധിയുടെ നിലപാടുകളിൽ വരുന്ന ഈ പരിവർത്തനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1915 കാലത്ത് ബ്രിട്ടൻ ജയിക്കണം എന്ന് കരുതുകയും, അതിപ്പോൾ ഗാന്ധി മാത്രമല്ല, നമ്മുടെ നാരായണഗുരു അങ്ങനെ അക്കാലത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാം. ഒന്നാം ലോക യുദ്ധകാലത്ത് അത് തന്നെയാണ് ഗാന്ധിയുടെ നിലപാട്. അവിടെ നിന്ന് രണ്ടാം ലോക യുദ്ധകാലത്താവുമ്പോൾ ബ്രിട്ടനെ പരാജയപ്പെടുത്താം എന്ന് കരുതുന്ന ഒരു ഗാന്ധിയിലേക്ക് എത്തുന്നു. അതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഗാന്ധി ആ കണ്ടതാണോ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന സംശയം ചോദിക്കാവുന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സന്ദർഭത്തെ മുൻനിർത്തി. ഇതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഗാന്ധിജി സ്ത്രീകളുടെ സ്വാഭാവിക സ്ഥാനം വീടുകളാണ് എന്ന് കരുതുകയും ഗാർഹികതയുടെ നടത്തിപ്പുകാരാണ് സ്ത്രീകൾ എന്ന് കരുതുകയും ചെയ്തിരുന്ന ഒരു ഗാന്ധിയെ നമുക്ക് കാണാം. 45-46 കാലത്ത് ഒരു പത്രപ്രവർത്തകനുമായി നടത്തുന്ന അഭിമുഖത്തില് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് പട്ടാളക്കാരാകാൻ കഴിയുമോ? സംശയം ഏതുമില്ലാതെ ഗാന്ധി പറയുന്നത് ഉറപ്പായിട്ടും കഴിയുമെന്ന്. സ്ത്രീകൾക്ക് പട്ടാളക്കാരാകാൻ കഴിയും, അവർക്ക് പുരുഷന്മാർ ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യാൻ കഴിയും, പുരുഷന്മാരെക്കാൾ നല്ല ജനറൽമാരാകാനായിട്ട് സ്ത്രീകൾക്ക് കഴിയും എന്ന് 45 ആവുമ്പോഴേക്കും ഗാന്ധി കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗാന്ധിയെ അങ്ങനെ കണ്ടാലും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിചാര ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഗാന്ധിജി ആധുനികതയോട് പുലർത്തിയ, ഞാൻ ഈ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളർച്ചയുടെ ഘട്ടത്തിലും ജീവിത മൂല്യങ്ങളുടെ സ്വാംശീകരണത്തിന്റെ ഘട്ടത്തിലും ഗാന്ധിജി ഒരു ആധുനികതയോടെ ചേർന്നും അതിനോട് ഇടഞ്ഞും നിലകൊള്ളുന്ന ഒരു പാരഡോക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇടച്ചിലിനെ മാത്രമല്ല കാണേണ്ടത്. ഗാന്ധിയുടെ പദാവലികളിലെ ആധുനികതാ വിരുദ്ധതയെ ഗാന്ധിയുടെ മൂല്യവ്യവസ്ഥയിലെ ആധുനികതാ വിരുദ്ധതയായി കണ്ടുകൂടാം. അസമത്വം എന്നത് സഹജമായിരുന്ന ആധുനിക പൂർവ്വ വ്യവസ്ഥയിൽ നിന്ന് സമത്വം എന്ന ആധുനിക വ്യവസ്ഥയിലേക്ക് ഗാന്ധി എത്തുന്നു. രാജവാഴ്ചയുടെ പൂർവ്വ പാരമ്പര്യത്തിൽ നിന്ന് ജനാധിപത്യത്തിന്റെ ആധുനിക മൂല്യവ്യവസ്ഥയിലേക്ക് വരുന്നു. മതാധിഷ്ഠിതമായ ജീവിതബോധത്തിൽ നിന്ന് മതനിരപേക്ഷത എന്ന മൂല്യത്തിലേക്ക് വരുന്നു. വ്യവസ്ഥാനുസൃതം എന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന മൂല്യത്തിലേക്ക് വരുന്നു.
അതുകൊണ്ട് ആധുനികതയുടെ മൂല്യങ്ങളെ മുൻനിർത്തി നിങ്ങൾ ഗാന്ധിജിയിലേക്ക് നോക്കിയാൽ അദ്ദേഹത്തിൽ ആധുനികതയുടെ മൂല്യവ്യവസ്ഥ ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അതേസമയം തന്നെ ആധുനികതയോട് അദ്ദേഹത്തിന് ചില വൈരുദ്ധ്യങ്ങളുണ്ട്. വലിയ ചില വിപരീതങ്ങൾ ആധുനികതയുമായി ഗാന്ധി വച്ചു പുലർത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടി വരാം. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് സമീപകാലത്ത് 3 മനോഹരങ്ങളായ പുസ്തകങ്ങൾ ഞാൻ കാണാനിടയായി. അത് ഗാന്ധിജിയും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം മൂപ്പർക്ക് ഈ കലയെ ഇഷ്ടമായിരുന്നില്ല എന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട്. ശാന്തിനികേതനിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആള് ഗാന്ധിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ശാന്തിനികേതൻ, ടാഗോറിന്റെ വിശ്വഭാരതിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഗാന്ധി പറഞ്ഞ മറുപടി, ദർ ഈസ് ടു മച്ച് ഓഫ് മ്യൂസിക് എന്നാണ്. അവിടെ പാട്ട് വളരെ കൂടുതലാണ്, ഈ പാട്ടൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് മൂപ്പർക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. പാട്ട് പുള്ളി കേട്ടിട്ടൊക്കെ ഉണ്ട്, വൈഷ്ണവ ജനത ഇഷ്ടമാണ്, MS സുബ്ബലക്ഷ്മിയോട് ഭജൻ പാടാൻ പറയുന്നുണ്ട്, പിന്നെ ധ്രുപതൊക്കെ കേട്ടതായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം. എങ്കിലും പൊതുവിൽ അദ്ദേഹം കലയുടെ ലോകത്തോട് അങ്ങനെ വലിയ ആഭിമുഖ്യമൊന്നും കാണിച്ചിട്ടില്ല. EM ഫോസ്റ്റർ അതേക്കുറിച്ച് പറയുന്നുണ്ട്, സ്വയം ഒരു കലാകാരനായിരുന്നില്ലെങ്കിലും ഗാന്ധിജി കലയോടൊപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മനോഹരമായൊരു വാക്യമാണ്. അതെങ്ങനെയാണ് കലയോടൊപ്പാകുന്നത്? അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. കാരണം ഏറ്റവും ഉന്നതമായ കലയുടെ ലക്ഷ്യം നീതിയാണ്. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അപരാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവ സ്ഥാനമാണ് കല എന്ന നിലയ്ക്ക് മനസ്സിലാക്കിയാൽ കലയുടെ അന്തിമ വാഗ്ദാനം നീതിയാണ് എന്ന് കാണാം. ഈ കലയുടെ അന്തിമ വാഗ്ദാനമായ നീതിയിലേക്ക് രാഷ്ട്രീയത്തിലൂടെ ചെന്നെത്തുകയാണ് ഗാന്ധിജി ചെയ്യുന്നത് എന്നും കാണാം. കാരണം ഗാന്ധിയുടെ കൺസേൺ എപ്പോഴും അപരാനുഭവങ്ങളുടെ ഒരു ലോകമായിരുന്നു. അങ്ങനെയാണ് ഗാന്ധി ഒരു കലയോടൊപ്പമായിരുന്നു എന്ന് ഫോസ്റ്റർ പറയുന്നതിനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സമീപകാലത്ത് വന്ന 3 പുസ്തകങ്ങൾ, ഒന്ന് വിജയ രാമസ്വാമി എന്ന് പറയുന്ന ഒരു സുമതി രാമസ്വാമി, അവരുടെ പുസ്തകം ഗാന്ധി ഇൻ ദ ഗാലറി. കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനിടയിൽ ഗാന്ധിയെ കുറിച്ചുണ്ടായിട്ടുള്ള ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും ഉള്ളടക്കം വിശാദമായി ചർച്ച ചെയ്യുന്ന പുസ്തകമാണ്. 2019 ഗാന്ധി ഇൻ ദ ഗാലറി, സുമതി രാമസ്വാമിയുടെ ഗ്രന്ഥം. മറ്റൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീത ചരിത്രകാരിയായിട്ടുള്ള ലക്ഷ്മി സുബ്രഹ്മണ്യന്റെ മറ്റൊരു പുസ്തകമാണ് സിംഗിങ് ഗാന്ധീസ് ഇന്ത്യ, ഗാന്ധിയുടെ ഇന്ത്യയെ പാടുമ്പോൾ എന്ന ഗാന്ധിജിയും സംഗീതവും തമ്മിലുള്ള വിനിമയങ്ങളെ കുറിച്ചുള്ള പുസ്തകം. ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് പുറത്തു വന്ന മനോഹരമായ ഒരു പുസ്തകം ഗാന്ധി ഓഫ് സെല്ലുലോയിഡ്, തിരശ്ശീലയിലെ ഗാന്ധി. ഇന്ത്യൻ സിനിമ ഗാന്ധിയെ എങ്ങനെ കണ്ടു? വേണമെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഗാന്ധിജി ജീവിതകാലത്ത് ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് കണ്ടത്. 1934 40കളുടെ തുടക്കത്തിലോ രാമരാജ്യം എന്നു പേരായി രാമായണത്തെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് അത്ര ഗാന്ധി ആകെ കണ്ടത്. ഗാന്ധി സിനിമ ഒരു തിന്മയാണ് എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. പക്ഷെ മൂപ്പരെ കുറിച്ച് തന്നെ 100-ലധികം സിനിമ ഉണ്ടായി എന്ന് മാത്രമല്ല, അതിൽ ആ പുസ്തകത്തിൽ വളരെ കൗതുകമുള്ള ഒരു വിവരമുണ്ട്. അമേരിക്കയിലെ ഒരു തിയേറ്റർ ശൃംഖലയുടെ ഉടമ കേസിൽപ്പെട്ട് സ്വത്ത് മുഴുവൻ നഷ്ടമായി പോകും എന്ന് വന്ന സമയത്ത് തന്റെ സ്വത്തുക്കൾ ആയ ഈ തിയേറ്റർ ശൃംഖല മുഴുവൻ ഗാന്ധിയുടെ പേരിൽ മൂപ്പര് എഴുതി വെച്ചു. അപ്പൊ കേസ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കണം. ഗാന്ധി ഇത് അറിഞ്ഞില്ലേന്ന് അറിഞ്ഞുകൂടാ. പ്രകാശ് മഗ്ദം എന്ന് പറയുന്ന ആളാണ് ഈ പുസ്തകം എഴുതിയേക്കണത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, സ്വയം ജീവിതകാലത്ത് സിനിമയ്ക്ക് എതിരായി നിലനിന്ന ഒരാളുടെ പേരിൽ ഒരു തിയേറ്റർ ശൃംഖല അപ്പാടെ വരുന്നു എന്ന വിചിത്രമായ സ്ഥിതി ഗാന്ധിയുടെ ജീവിതത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നത് ഗാന്ധി ഒരു പാരഡോക്സ് ആണ് എന്ന് പറയുകയാണ്. സ്വയമേവ കലയോട് ഒരു വിമുഖത കാണിക്കുക, പക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ കലാജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയായിരിക്കുക. സ്വയമേവ തീവണ്ടിക്കെതിരായിരുന്നു ഗാന്ധി. ആ തീവണ്ടിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആള് ഗാന്ധിയാണ്. തീവണ്ടിയിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, സഞ്ചരിച്ച സ്ഥലത്തൊക്കെ ആളെ കൂട്ടി. ഗാന്ധി ഒരു തീവണ്ടിയിൽ ഒരു സ്റ്റേഷനിൽ ചെല്ലുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഗാന്ധി വരുന്നു എന്നല്ല, 100,000 ആൾ അവിടെ കൂടുന്നു എന്നാണ്. നിങ്ങൾ റിച്ചാർഡ് അറ്റൻബറോന്റെ ഗാന്ധി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യ രംഗം ഇങ്ങനെയാണ്. ഒരു മതിലിന്റെ മുകളിൽ കയറി ഇന്ന് ഒരു ബ്രിട്ടീഷ് ഓഫീസർ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ 100,000 ആൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. അപ്പോ അയാൾക്ക് മനസ്സിലാവുന്നില്ല, വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, ഹി ഈസ് കമ്മിങ്, ഇയാൾ വരുന്നുണ്ട്. ഇംഗ്ലീഷുകളെ ചേർത്തിട്ടാണെന്നാണ്. കാരണം ഒരു സ്ഥലത്ത് ജാഥ അവസാനിച്ചാൽ വാർത്ത കൽക്കട്ടയിൽ എത്തണം, ഡൽഹിയിൽ എത്തണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വാർത്തയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യതയെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദണ്ഡി മാർച്ചിന്റെ റൂട്ട് ഗാന്ധി തയ്യാറാക്കിയത് എന്ന് ഒരാൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയും മെറ്റിക്കുലസ് ആയിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയുടെ അത്രയും മെറ്റിക്കുലസ് ആയ, വിശദാംശങ്ങളിൽ ഇത്രയും ശ്രദ്ധയുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഗാന്ധിയുടെ സഹചാരിയായിരുന്ന പ്യാരിലാൽ എഴുതുന്നത്.
അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ഡയറി ഗാന്ധി പരിശോധിക്കും. ഗാന്ധിയുടെ ഡയറി എഴുതാൻ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡയറിയല്ല, ജീവിത രീതികൾ, ഇന്നെന്ത് ചെയ്തു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അതെല്ലാം രാത്രി പരിശോധിച്ച് കറക്റ്റ് ചെയ്ത് അന്തിമമായി ഗാന്ധി അനുവാദം കൊടുത്തതിന് ശേഷമാണ് അത് സൂക്ഷിക്കുക. അതിൽ നിന്നാണ് ടെണ്ടുൽക്കറുടെയും പാരലാലിന്റെയും ഒക്കെ ബൃഹത്തായ ജീവിതയാത്ര എഴുതുന്നത്. അങ്ങനെ ആധുനികതയിൽ നിന്ന് കിട്ടിയ പല മൂല്യങ്ങളും ഗാന്ധിയുടെ ജീവിതത്തിലുണ്ട്. ആധുനികതയോട് വലിയ വിമർശനവുമുണ്ട്. ഇപ്പൊ തപാൽ സംവിധാനത്തിന് ഗാന്ധി എതിരായിരുന്നു. പങ്കജ മിശ്ര അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, തപാൽ സംവിധാനം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലെ സ്വാഭാവികമായ സംഭാഷണത്തെയും വിനിമയങ്ങളെയും തടസ്സപ്പെടുത്തും. അതുകൊണ്ട് കത്തെഴുതുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഗാന്ധി പറഞ്ഞിരുന്നത്. 1,06,000 കത്തെഴുതിയത്ര ജീവിതകാലത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കത്തെഴുതിയാണ് ഗാന്ധിയാണ്. മൂപ്പര് കത്തിനെതിരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവണ്ടിയിൽ സഞ്ചരിച്ചത് ഗാന്ധിയാണ്. മൂപ്പര് തീവണ്ടിക്കെതിരാണ്. അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. വീട്ടുജീവിതമാണ് സ്ത്രീകളുടെ എന്നാണ്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ബഹുജന ജീവിതം ഉണ്ടായത് ഗാന്ധിയൻ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഒരു പാരഡോക്സ് എന്നത് ഗാന്ധിയിൽ കാണാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിജിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വൈരുദ്ധ്യങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ഗാന്ധിജിയെ ഫിക്സ് ചെയ്യുന്നതിൽ മൗലികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിജി ആധുനികതയോട് പുലർത്തിയ ബന്ധത്തെ 3 നിലയിൽ ഭിഖു പരേഖ് എന്നു പേരായ വളരെ പ്രമുഖനായ പൊളിറ്റിക്കൽ ഫിലോസഫർ അദ്ദേഹം ഗാന്ധിയെക്കുറിച്ച് ഗാന്ധിയുടെ ആധുനികതയുമായുള്ള പോസിറ്റീവ് എൻഗേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഗാന്ധിയിൽ പ്രബലമായിരുന്ന സയന്റിഫിക് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ശാസ്ത്രീയമായ ഒരു വിചിന്തന ബോധം. ഗാന്ധിയുടെ ഒരു വാക്യം ഞാൻ വായിക്കാം. I have been a sympathetic student of Western social order, and I have discovered that underlying the favor that fills the soul of the West, there is a restless search for truth. പാശ്ചാത്യ ജീവിത മാതൃകയുടെ അതിനോട് സിമ്പതിയുള്ള അനുഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ. പുറമേ കാണുന്ന പാശ്ചാത്യ നാഗരികതയുടെ ഇളക്കങ്ങൾക്കെല്ലാം അടിയിൽ സത്യാന്വേഷണത്തിന്റെ ഒരു തിരയുണ്ട് എന്ന് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നു. ലെറ്റ് us study our Eastern institutions in that spirit of scientific inquiry. ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ആ വെളിച്ചത്തിൽ പൗരസ്ത്യ സ്ഥാപനങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട് എന്ന് ഗാന്ധിജി എഴുതുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഗാന്ധിജി ഈ ശാസ്ത്രം എന്നതിനെ കാണുന്നത് നാം ഇന്ന് കാണുന്ന ടെക്നോളജി എന്ന അർത്ഥത്തിലല്ല. ഈ അർത്ഥം വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ടെക്നോളജി എന്നത് ശാസ്ത്രീയമായി കൈവന്ന ഒരു അറിവിന്റെ ഉപകരണപരമായ പ്രയോഗത്തെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. മറിച്ച് ശാസ്ത്രം ഗാന്ധിജിയെ സംബന്ധിച്ച് അവിരാമമായ സത്യാന്വേഷണത്തിന്റെ അവസാന രൂപങ്ങളിലൊന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് ശാസ്ത്രം എന്നത് ഗാന്ധിജിക്ക് ദൈവതുല്യം എന്ന് വിളിക്കാവുന്ന സത്യത്തോട് അടുത്തു നിൽക്കാനുള്ള മനുഷ്യന്റെ ഒരു വഴിയാണ്. ഇതാണ് ഗാന്ധിജി ശാസ്ത്രത്തെ കണ്ടത്. നമുക്ക് പിൽക്കാലത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിപരീയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്രം എന്നതിനെ സാങ്കേതിക വിദ്യയാക്കി മാറ്റുകയും മൂലധന വളർച്ചയുടെ ഉപകരണമാക്കി മാറ്റുകയും ചെയ്യുന്നതോടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ സത്യാത്മക സ്വഭാവത്തെ മൂലധനം വിഴുങ്ങുന്നു എന്നതാണ്. ഗാന്ധി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പോയിന്റ് മൂപ്പര് കാണുന്നുണ്ട്. അതുകൊണ്ട് ട്രൂത്ത്ഫുൾ എൻക്വയറി എന്ന് പറയുന്ന സയൻസിനെയും സയന്റിഫിക് ടെക്നോളജി എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതികതയെയും കൂട്ടിയിണക്കാതെ വേറിട്ട് കാണുകയും സയന്റിഫിക് എൻക്വയറി എന്നതിനെ പ്രധാനമായി കാണുകയും ചെയ്തു. രണ്ടാമത് അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിൽ നാഗരികതയിൽ പ്രധാനമായി കണ്ടത് യന്ത്രങ്ങളുടെ കണ്ടെത്തലാണ്. യന്ത്രങ്ങളുടെ കണ്ടെത്തൽ മനുഷ്യനെ സംബന്ധിച്ച് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ഉപയോഗപ്രദമായി തങ്ങളെ തന്നെ മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. പക്ഷേ മൂലധനം അതിനെ വിഴുങ്ങുന്നതോടെ അതിന്റെ ഗുണം നഷ്ടമായി എന്ന് അദ്ദേഹം കരുതുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ആധുനിക നാഗരികതയിൽ അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരമായി തോന്നിയത് ഓർഗനൈസേഷണൽ സൈഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ്. ജീവിതത്തിന്റെ ചിട്ടപ്പെടൽ. അദ്ദേഹത്തിന് സിവിക് വാല്യൂസ്, പൊതുജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിരുന്നു. നിയമാനുസൃത ജീവിതം, റൂൾ ഓഫ് ദി ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. പബ്ലിക് മൊറാലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിരുന്നു. അതുപോലെ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് പ്രധാനമായിരുന്നു. ഇതെല്ലാം പാശ്ചാത്യമായ ജീവിത ക്രമങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഈ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ മൂല്യത്തെയും യന്ത്രങ്ങളുടെ ചില സാധ്യതകളെയും ആധുനിക ജീവിതത്തിന്റെ മൂല്യവ്യവസ്ഥയും ഒക്കെ ഉൾക്കൊള്ളുകയും അതിനകത്ത് സ്വയം ചിട്ടപ്പെടുത്തുകയും. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പങ്ക്ച്വാലിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് ഗാന്ധിജി. 1948 ജനുവരി 30 5 മണിക്കുള്ള പ്രാർത്ഥനായോഗത്തിലേക്ക് ഗാന്ധി എത്തുന്നത് 5:10 കഴിഞ്ഞിട്ടാണ്.
പട്ടേലുമായുള്ള സംഭാഷണത്തിൽ നിന്ന് ഇറങ്ങാൻ വൈകി. മനുവിന്റെ ആഭയുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന സമയത്ത് ഗാന്ധിജി അവരോട് അവസാനമായി പറഞ്ഞു നിർത്തിയ വാക്യം, പ്രാർത്ഥനായോഗത്തിൽ 1 മിനിറ്റ് വൈകുന്നത് പോലും ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ താഴത്തെ പടികൾ മുഴുവൻ നടന്നു വന്ന് പുൽമൈതാനത്തിലേക്കുള്ള 5 പടവുകൾ ഗാന്ധി കയറുന്നത്. അവസാന വാക്യം ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. അത് അവസാന വാക്യങ്ങളിൽ ഈ 1 നിമിഷം വൈകുന്നത് പോലും ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നത് ഈ പങ്ക്ച്വാലിറ്റിയെ കുറിച്ചും സിവിക് വാല്യൂസിനെ കുറിച്ചും പബ്ലിക് മൊറാലിറ്റിയെ കുറിച്ചും ഒക്കെയുള്ള ഗാന്ധിയുടെ മൂല്യങ്ങൾ മിക്കവാറും ആധുനികതയിൽ നിന്ന് തന്നെ സ്വീകരിച്ചതാണ് എന്ന് ഭിഖു പരേഖ് പറയുന്നുണ്ട്. അങ്ങനെ വ്യക്തി ജീവിതത്തിലും മൂല്യവ്യവസ്ഥ എന്ന നിലയിലും ഗാന്ധിജി ആധുനികതയുമായി സഹവസിച്ച ആളുകൂടിയാണ്. പക്ഷെ അതേസമയം തന്നെ ഗാന്ധിയിൽ വ്യവസ്ഥാപരമായ ആധുനികതാ വിമർശനമുണ്ട്. അതെന്താണ് എന്നുകൂടി നോക്കിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എന്താണ് ആധുനികതയുടെ പ്രതിസന്ധി? കൃത്യമായിട്ട് ഞാൻ വേറൊരു നിലയിൽ ഇത് പറയാം. അത് അംബേദ്കറെ ഉദ്ധരിച്ച് പറയാം. നമ്മൾക്കിപ്പോൾ അംബേദ്കറും ഗാന്ധിയും പരസ്പര ശത്രുക്കളാണ്. എൻ്റെ അടുത്ത് ഒരു അംബേദ്കറേറ്റ് പറഞ്ഞത്, നിങ്ങൾ അംബേദ്കറെ കുറിച്ച് പറയരുതെന്ന്. ഈ ഉടമാവകാശവും ഈ സ്തബ്ധതയുമാണ് കേട്ടോ നമ്മുടെ കാലത്തെ വിഴുങ്ങുന്ന ഏറ്റവും വലിയ ഇരുട്ട്. അംബേദ്കർ അവസാന കാലത്ത് 1956 മാർച്ചിലോ ഏപ്രിലോ അദ്ദേഹം ആഗ്രയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ പറയാം. അതിതാണ്, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ്. മതമില്ലാതെ നമ്മുടെ സമരം അതിജീവിക്കില്ല. ഞാനിത് ശരിയാണോ തെറ്റാണോ എന്ന് പറയല്ല. നമ്മൾ കരുതുന്നത് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് മതത്തെ ഉൾപ്പെടുത്താൻ ശ്രമിച്ച ഒരാളാണ് എന്ന് മാത്രമാണ്. അംബേദ്കർ ഇങ്ങനെ കരുതുന്നുണ്ട്. ഈ അംബേദ്കറെ 1950-കൾക്ക് ശേഷമുള്ള, പ്രത്യേകിച്ച് 1953-ന് ശേഷമുള്ള അംബേദ്കറെ നമ്മുടെ പൊതുസംവാദങ്ങളിൽ പൊതുവെ നമ്മൾ പരിഗണിക്കാറില്ല. അതുകൊണ്ടുകൂടി വരുന്നൊരു കാര്യമാണ് ആധുനികതയുടെ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഗാന്ധിയും മാർക്സും നേരിട്ടത് എന്നതിനെ കുറിച്ച് ബിൽഗ്രാമിയുടെ ചില നിരീക്ഷണങ്ങൾ ഇവിടെ പ്രധാനമാണ്. എന്തായിരുന്നു ആധുനികതയുടെ പ്രതിസന്ധി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നു. നമുക്കറിയാം, ലിബർട്ടി ഇല്ലാത്ത ഇക്വാലിറ്റിയോ ഇക്വാലിറ്റി ഇല്ലാത്ത ലിബർട്ടിയോ നിരർത്ഥകമാണ്. ഭരണഘടനാ അസംബ്ലിയിലെ സംവാദത്തിൽ അംബേദ്കർ അത് പിന്നെ പറയുന്നുണ്ട്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്നത് ഭൂരിപക്ഷത്തെ കൊള്ളയടിക്കാനുള്ള ന്യൂനപക്ഷത്തിന്റെ അവകാശം മാത്രമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛയെ മാനിക്കാത്തതും ആണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം സമത്വത്തോടും സമത്വം സ്വാതന്ത്ര്യത്തോടും ചേർന്നാൽ മാത്രമേ അതിനർത്ഥമുള്ളൂ. കേവല മൂല്യം എന്ന നിലയ്ക്ക് സമത്വവും നിലനിൽക്കില്ല, സ്വാതന്ത്ര്യവും നിലനിൽക്കില്ല. പക്ഷെ ആധുനികതയ്ക്ക് ഇതിനെ റെക്കൺസൈൽ ചെയ്യാൻ പറ്റിയില്ല, ഒത്തുതീർക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ സമത്വത്തിലേക്ക് അത് കൂടുതൽ ഊന്നൽ നൽകുകയും വ്യക്തികളുടെ ഇച്ഛകളെ സാമൂഹികമായ പൊതു നിയമങ്ങൾ കൊണ്ട് അടിച്ചമർത്തുകയും ചെയ്തു. അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ സമത്വം എന്നതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും സ്വാതന്ത്ര്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഉടമസ്ഥാവകാശമാക്കി മാറ്റുകയും ചെയ്തു. ലളിതമായി പറഞ്ഞാൽ ലിബറൽ ജനാധിപത്യം എന്ന് നാം വിളിക്കുന്ന മുതലാളിത്ത ജനാധിപത്യം ഈ നിലയിലുള്ള ഒന്നാണ്. അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ, ലിബർട്ടി എന്ന് പറയുന്നതിനെ പ്രോപ്പർട്ടിയാക്കി. അപ്പൊ വിശാലാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ വരുന്ന സമത്വം വാസ്തവത്തിൽ സമത്വമൊന്നുമല്ല. അത് അസമത്വത്തിന്റെ ഒരു സാമൂഹ്യ സമ്മതം മാത്രമാണ് സ്വാതന്ത്ര്യം, സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ അത് വ്യക്തികളുടെ ഇച്ഛകൾക്കിടമില്ലാത്ത ഭരണകൂട നിയമങ്ങൾ സാർവത്രികമായി മനുഷ്യരെ വിഴുങ്ങുന്ന ഒരു സംവിധാനമാണ്. ഇതിനൊരു പരിഹാരമായിട്ട് അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെയാണ്. ഫ്രറ്റേണിറ്റി എന്ന ആശയം അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല. ഫ്രറ്റേണിറ്റി എന്ന ആശയത്തിന്റെ സവിശേഷത അംബേദ്കർ പിന്നീട് ചർച്ച ചെയ്യുന്ന ഒരിടത്ത് പറയുന്നുണ്ട്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമോ നിരർത്ഥകമാണെങ്കിലും ഈ സമത്വവും സ്വാതന്ത്ര്യവും ഒരുമിച്ച് നിൽക്കില്ല. എന്തുകൊണ്ട്? സഹജമായി ഒരുമിച്ച് നിൽക്കില്ല. ഇപ്പൊ എന്റെ സ്വാതന്ത്ര്യബോധം എന്നതിനെ ഞാൻ അപരിമിതമായി സ്വയം കണക്കാക്കിയാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് അതെതിരാവും. എന്റെ സ്വാതന്ത്ര്യം അതിരില്ലാത്തതായി തീർന്നാൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാവും. നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യത്തിനും എതിരാവും. അതുകൊണ്ട് അപരിമിതമായ സ്വാതന്ത്ര്യം ഒന്ന് മറ്റൊന്നിന് വിപരീതമായിട്ടാണ് നിലനിൽക്കുക.
തിരിച്ച് സമത്വം എന്ന് പറയുന്നത് സാമൂഹികമായ സമത്വത്തിന്റെ നിയമാവലികൾ എൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും അത് എൻ്റെ സ്വാതന്ത്ര്യബോധത്തെ ഹനിക്കും. അതുകൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണ് എന്ന് പറയാമെങ്കിലും ഇൻ ദ ഫങ്ഷണൽ ലെവൽ, അതിന്റെ മൂർത്തമായ തലത്തിൽ സ്വാതന്ത്ര്യബോധം സമത്വ സങ്കല്പത്തോടും സമത്വ സങ്കല്പം സ്വാതന്ത്ര്യബോധത്തോടും ഇടയും. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് പരിഹരിക്കുക? ഇതാണ് ആധുനികതയ്ക്കുള്ളിലെ ഇൻഹറന്റായ ഒരു വൈരുദ്ധ്യം, നിലീനമായ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാം എന്നിടത്താണ് സാഹോദര്യം എന്ന മൂല്യത്തെ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് നമ്മൾ ഉറക്കെ പറയുന്നതിന് മുമ്പ്, അതിന് 70 കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരാൾ ഇത് പറഞ്ഞിരുന്നു എന്നും കൂടി ഓർക്കണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തോ ഒരു ആലങ്കാരിക വാക്യാണ് എന്ന് എൻ്റെ സഹാക്കൾ തന്നെ പറയാറുണ്ട്. ഈ സാഹോദര്യം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പരിഹാസപൂർവ്വം എന്നോട് പറയാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാഹോദര്യം എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വ്യക്തിയുടെ സ്വാതന്ത്ര്യബോധവും വ്യക്തികളുടെ സമത്വ സങ്കല്പവും സമൂഹത്തിൽ ആഴത്തിൽ നിലീനമാകണമെങ്കിൽ, അംബേദ്കർ അത് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യവും സമത്വവും പരസ്പര പൂരകമാണെങ്കിലും അവ തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ പ്രധാനമാണ്. ഇത് പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ഇതിന് രണ്ടിനും ഉൾക്കൊള്ളുന്ന അഥവാ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും ചിട്ടപ്പെടുത്തുന്ന സാഹോദര്യ ഭാവന വേണം. എൻ്റെ സ്വാതന്ത്ര്യബോധം നിങ്ങൾക്കെതിരാകരുതെന്നും നിങ്ങളുടെ സമൂഹത്തിന്റെ സമത്വഭാവം എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകരുതെന്നും നാം അനുഭവപരമായി ഉൾക്കൊള്ളുന്നതിൻ്റെ പേരാണ് സാഹോദര്യം. അതുകൊണ്ട് ഈ സാഹോദര്യ ഭാവന എന്ന് പറയുന്നത് ആധുനികമായ ഒരു ജീവിത വ്യവസ്ഥയെ അനുഭവമൂല്യമാക്കി മാറ്റുന്ന സ്ഥാനമാണ് സാഹോദര്യം. നിയമമായിട്ടല്ല, അനുഭവമൂല്യമായി. കേവല തത്വങ്ങളായിട്ടല്ല, അനുഭവമായി. ഈ അനുഭവമൂല്യം നിലനിൽക്കുന്നത് മതത്തിലാണ് എന്ന് കരുതിയത് കൊണ്ടാണ്, സാഹോദര്യത്തിന്റെ പേര് മൈത്രിയിലാണ് എന്ന് കരുതിക്കൊണ്ടാണ് അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് തിരിയുന്നതും മൈത്രി എന്നതിനെ സാഹോദര്യത്തിന്റെ അടിപ്പടവായി കാണുന്നതും മതമില്ലാതെ നമ്മുടെ സമരം വിജയിക്കില്ല എന്നൊരു പൊസിഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ സാഹോദര്യമാണ് ഈ കോൺഫ്ലിക്റ്റിനുള്ള പരിഹാരം എന്ന പൊസിഷനാണ് ഒരു പൊളിറ്റിക്കൽ തിയറി എന്ന നിലയ്ക്ക് അംബേദ്കർ ഉയർത്തുന്നത്. ബിൽഗ്രാമി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധി മാർക്സും പക്ഷേ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തത് മറ്റൊരു നിലയിലാണ്. ഗാന്ധി മാർക്സും ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത് കൂടുതൽ ഗാഠമായ, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കൂടുതൽ ഗാഠമായ ഒരു കേവല മൂല്യം കൊണ്ട് എന്നതിനേക്കാൾ വ്യവസ്ഥാപരമായ ഒരു ഗാഠ വിമർശനത്തെ മുമ്പോട്ട് വച്ച ആളുകളായിരുന്നു ഗാന്ധിയും മാർക്സും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവർ രണ്ടുപേരുടെയും കോമൺ കൺസേൺ എന്നത് പുതിയൊരു കാര്യമാണ്. അത് നോൺ ഏലിയനേറ്റഡ് ലൈഫ് എന്നതാണ്, അന്യവൽകൃതമല്ലാത്ത ജീവിതം. ആധുനികത മനുഷ്യാവസ്ഥയെ അന്യവൽക്കരിക്കുകയും ഈ അന്യവൽക്കരണം മനുഷ്യരെ ഒറ്റതിരിഞ്ഞവരാക്കി തീർക്കുകയും തമ്മിലുള്ള ബന്ധങ്ങളെയും താൻ ലോകവുമായുള്ള ബന്ധത്തെയും വസ്തുവൽക്കരിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുവൽക്കരണത്തിനെതിരെ മനുഷ്യാവസ്ഥയുടെ വീണ്ടെടുക്കൽ എന്നതായിരുന്നു മാർക്സിന്റെ പ്രധാനപ്പെട്ട താല്പര്യം. അതുപോലെ തന്നെ ഗാന്ധിയുടെയും താല്പര്യം. ഞാൻ ബിൽഗ്രാമിയുടെ ഒരു വാക്യം വായിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. The so-called early Marx who lamented the alienation that afflicted the modern capitalist civilization, and the Gandhi who thought that India should not embrace the alienated culture of modern West, were intellectual partners in a common theoretical cause. അദ്ദേഹം പറയുന്നത് ആദ്യകാല മാർക്സ്, വാസ്തവത്തിൽ ആദ്യകാല മാർക്സ് പിൽക്കാല മാർക്സ് എന്നുള്ള വിഭജനം നിരർത്ഥകമാണ് കേട്ടോ. അക്കാഡമിക് പണ്ഡിതന്മാര് മാർക്സിന്റെ മുകളിലുണ്ടാക്കിയ ഒരു കൃത്രിമ വിഭജനമാണ് അത്. എങ്കിലും ഒരു അക്കാഡമിക് ഫാഷനായിട്ട് കുറെ കാലം ഓടിയതാണ്. മാർക്സിന്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത് മനുഷ്യൻ നേരിടുന്ന അന്യവൽകൃതാവസ്ഥയെ മറികടക്കുക എന്നുള്ളതാണ്. അന്യവൽക്കരണത്തെ ഒരു തത്വശാസ്ത്ര പ്രശ്നമായിട്ട് നോക്കിക്കണ്ട ആദ്യകാല മാർക്സും അന്യവൽക്കരണത്തെ മുതലാളിത്തത്തിൽ മനുഷ്യൻ നേരിടുന്ന മൂർത്തമായ ഭൗതിക പ്രമേയമായി കണ്ട മൂലധനം എഴുതിയ മാർക്സും തമ്മിൽ വാസ്തവത്തിൽ ഒരു വൈരുദ്ധ്യവുമില്ല. അന്യവൽക്കരണത്തിന്റെ ദാർശനിക പ്രകൃതമാണ് ആദ്യകാലത്ത് മാർക്സ് ചർച്ച ചെയ്യുന്നത്. അന്യവൽക്കരണത്തിന്റെ മൂർത്ത സ്ഥാനത്തെയാണ് മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥയായിട്ട് മാർക്സ് കാണുന്നത്. ഇതിനെ രണ്ടാക്കിയിട്ട് ആദ്യകാല മാർക്സിൽ നിന്ന് എന്തോ വളരെ വ്യത്യസ്തമായ മറ്റൊരു മാർക്സ് ഉണ്ട് എന്ന് വാസ്തവത്തിൽ മാർക്സിസത്തിനെതിരെയുള്ള ഒരു യുക്തി പോലെ മാർക്സിസത്തിനകത്ത് തന്നെ വികസിച്ചു വന്ന ഒരു വാദമാണത്. എന്തായാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി പരിഹാസത്തോടെയാണ് ബിൽഗ്രാമി എഴുതുന്നത്. ദ സോ കോൾഡ് ഏർലി മാർക്സ് who lamented the alienation that afflicted the modern capitalist civilization. ആധുനിക മുതലാളിത്ത നാഗരികതയെ ദംശിച്ച
അന്യവൽക്കരണത്തിനെതിരെ നിലക്കൊണ്ട മാർസും and the Gandhi who thought that India should not embrace the alienated culture of modern West. പാശ്ചാത്യ പടിഞ്ഞാറൻ ആധുനികതയുടെ അന്യവൽകൃത ജീവിതക്രമത്തെ ഇന്ത്യ ആശ്രയിക്കരുത് എന്ന് കരുതിയ ഗാന്ധിയും തമ്മിൽ they were intellectual partners in a common theoretical cause. ഒരു പൊതുവായ സൈദ്ധാന്തിക ആവശ്യത്തിൽ അവർ ബൗദ്ധിക സഹജീവിതം നയിച്ചവരാണ് എന്ന് ബിൽഗ്രാമി എഴുതുന്നുണ്ട്. എങ്ങനെയാണിത്? ലിബർട്ടിയും ഇക്വാലിറ്റിയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിഹരിക്കുകയും ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നതിനായി അന്യവൽകൃതമല്ലാത്ത ജീവിതം എന്ന പുതിയൊരു സങ്കല്പന ക്രമത്തെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ആ സങ്കല്പന ക്രമം വഴി ഈ സ്വാതന്ത്ര്യം, സമത്വം എന്നീ ഘടകങ്ങളെ വീണ്ടും മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇവരുടെ സമീപനമെന്ന് അദ്ദേഹം പറയുന്നു. അതെങ്ങനെയെന്ന കാര്യം കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയാം. മൂന്നലിന്റെ താല്പര്യം മുതലാളിത്തം ഉണ്ടാക്കുന്ന അന്യവൽകൃത ജീവിതാവസ്ഥയിൽ നിന്നുള്ള മനുഷ്യന്റെ വിമോചനമാണ്. ഇതാണ് ഇർഫാൻ ഹബീബ് പിന്നെ പറഞ്ഞത്. ഗാന്ധിജി ആത്മനിഷ്ഠമായി മുതലാളിത്ത വിരുദ്ധവും സാമ്രാജ്യ വിരുദ്ധവുമായ നിലപാടിലായിരുന്നു. പക്ഷെ ഒരു സോഷ്യലിസ്റ്റ് പരിപ്രേക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഈ എൻലൈറ്റൻമെന്റ് ലിബറലിസം ഒരു ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ നാഗരികത ജന്മം നൽകിയ ഉദാരമാനവവാദം, അതിലെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ലളിതമായിട്ട് പറയാവുന്നത് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹ്യൂമൻ സബ്ജക്റ്റ് ഇൻ ടു ആൻ ഒബ്ജക്റ്റ്. വ്യക്തിയെ ഒരു വസ്തുവാക്കുന്നു. കാരണം ഓരോ വ്യക്തിയും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വത്തുടമസ്ഥതയ്ക്കുള്ള അവകാശമാക്കി മാറ്റുന്നത് വഴി ഇൻഡിവിജ്വൽ എന്നതിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കുന്നു. വാസ്തവത്തിൽ ഇതിനെതിരായ സൈദ്ധാന്തികമായ ഏറ്റവും വലിയ വിമർശനമായിരുന്നു മാർക്സിൻ്റെത്. എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ്. ഈ സമുച്ചയത്തെയാണ് കേട്ടോ നമ്മുടെ ഗുരുവിനെ പോലൊരാള് അപരം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ അപരം എന്ന് പറയുന്നത് തന്നെ ഭേദിക്കാനുള്ള ബിൽഗ്രാമി പിന്നീട് ഇത് പറയുന്നുണ്ട്. ഈ ഒബ്ജക്റ്റായി മാറുന്നത് വഴി മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? ലോകവുമായുള്ള ബന്ധം നശിക്കുന്നു, അപരരുമായുള്ള ബന്ധവും നശിക്കുന്നു. ആൻഡ് ഇൻക്രീസിംഗ് ഡിറ്റാച്ച്മെന്റ് ഓഫ് എ റോങ് കൈൻഡ് ഇൻ വൺസ് റിലേഷൻ ടു ദ വേൾഡ് ആൻഡ് ടു അതേഴ്സ്. ലോകത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തിൽ ഇൻക്രീസിംഗ് ഡിറ്റാച്ച്മെന്റ്, ഏറി വരുന്ന ഒരു അകലം ഉണ്ടായി വരുന്നു. അങ്ങനെ സ്വത്തിലേക്ക്, സ്വന്തം എന്നതിലേക്ക് കൂടുതലായി ഉൾവലിയുകയും താനല്ലാത്തതെല്ലാം തനിക്ക് പുറത്തായി തീരുകയും ചെയ്യുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ നിർമ്മിതിയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇത് മനുഷ്യന്റെ ജെന്യുവൻ സബ്ജക്റ്റിവിറ്റിയെ, ആധികാരികമായ കർത്തൃത്വത്തെ ഇല്ലാതാക്കുകയും കൃത്രിമമായ ഒരു ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു ഉദ്ഗ്രഥിതമായ ഒരു വ്യക്തി എന്ന സങ്കല്പത്തെ രൂപപ്പെടുത്തുകയും അതിൻ്റെ ഉടമാവകാശമാണ് തനിക്കുള്ളത് എന്ന് താൻ തന്നെ കരുതുകയും ചെയ്യും. വാസ്തവത്തിൽ കേരളത്തിൽ ഈ ആശയം ഏറ്റവും ആദ്യം പറയുന്ന ആളുകളിൽ ഒരാൾ, നിങ്ങൾ ചിലപ്പോൾ കൗതുകം തോന്നാവുന്നൊരു കാര്യമാണ്, കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ഒരു സാന്ദർഭികമായി പറയുന്ന കാര്യമുണ്ട്. ഉദ്ഗ്രഥിതവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതുമായ വ്യക്തിത്വം ഇനി മുതൽ ബുദ്ധിശൂന്യരിലും നിരീക്ഷണ പാഠമില്ലാത്തവരിലും മാത്രമേ ഉണ്ടാകൂ എന്ന് 1930 പറയുന്നു. നിങ്ങൾ മാത്രമാണ് എന്നൊരാൾ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് നിരീക്ഷണ പാഠവുമില്ലായ്മയും ബുദ്ധിശൂന്യതയും കൊണ്ടാണ് എന്ന് അക്കാലത്ത് തന്നെ കേസരി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓതന്റിക് സബ്ജക്റ്റിവിറ്റി, ആധികാരികമായ ഒരു കർത്തൃത്വം, ഞാൻ എന്നതിൽ അടങ്ങിയിരിക്കുന്ന നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ എന്നതിലുള്ള ലോകം, ലോകത്തിലുള്ള ഞാൻ, ഈ നിലയിൽ എന്നെ മനസ്സിലാക്കുന്നതിന് പകരം ഞാനും ലോകവും ഞാനും നിങ്ങളും എന്ന വിഭജിതാവസ്ഥയിൽ നാം നമ്മെ മനസ്സിലാക്കുന്നു. ഇതാണ് ആധുനികതയുടെ ക്രൈസിസ്. വാസ്തവത്തിൽ മനുഷ്യൻ ബന്ധമാണ്, പക്ഷെ മനുഷ്യർ ബന്ധമായിട്ട് മനസ്സിലാക്കുന്നില്ല, ഒറ്റയായിട്ട് കാണും.
ഇങ്ങനെ ഈ ബന്ധത്തെ മുറിച്ച് ബന്ധത്തിലൂടെ നിലവിൽ വരുന്ന എന്നെ ഞാൻ ഒറ്റക്കൊരാളാണ് എന്ന് കണ്ടു തുടങ്ങുന്ന ഒരു വിചാരക്രമത്തിലാണ് ആധുനിക വ്യക്തിഭാവത്തിലെ മൗലികമായ വൈരുദ്ധ്യം. ഇവിടെ നിന്നാണ് ലെവിനാസിനെ പോലെ ഒരു ചിന്തകൻ, അഡോണയെ പോലെ ഒരു മാർക്സിസ്റ്റ് ചിന്തകനൊക്കെ പറയുന്നുണ്ട്, ഫാഷിസം എന്ന് പറയുന്നത് ആധുനികതയ്ക്ക് പുറത്തു നിന്ന് അതിലേക്ക് കുത്തിക്കടത്തിയ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതിലെ ആന്തര വൈരുദ്ധ്യത്തിൽ നിന്നാണ് ഫാഷിസം വന്നത്. എങ്ങനെ? ഫാഷിസം എന്താണ് ചെയ്യുന്നത്? എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ. അപരത്തെ വകഞ്ഞു മാറ്റി അപരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ആത്മം നിലവിൽ വരുന്നത്. ഞാനായിരിക്കുന്നത് അല്ലാത്ത എല്ലാറ്റിനെയും ഒഴിവാക്കിയിട്ടാണ്. അങ്ങനെ ഞാനല്ലാത്ത എല്ലാറ്റിനെയും ഒഴിവാക്കുമ്പോഴാണ് ഞാൻ നിലവിൽ വരുന്നത് എന്ന് ഞാൻ കരുതുന്നതോടെ അപരനിഷേധത്തിലൂടെ നിലവിൽ വരുന്ന ആത്മം ഒരു നിത്യമായ ശത്രുതയെ അതിനുള്ളിൽ നിലനിർത്തും. ഈ ശത്രുഭാവത്തിന്റെ രാഷ്ട്രരൂപമാകുമ്പോൾ ഫാഷിസ്റ്റ് രാഷ്ട്രമായി. അതുകൊണ്ട് ഫാഷിസം എന്നതിന്റെ ബീജരൂപം വാസ്തവത്തിൽ ആധുനികമായ ആത്മസങ്കല്പത്തിൽ തന്നെ ഉണ്ടെന്നും ഈ ആത്മസങ്കല്പത്തെ അഴിച്ചു കളയണമെന്നും ലെവിനാസൊക്കെ പറയുന്നുണ്ട്. ഇത് അഡോണോ വേറൊരു നിലയിൽ പറയുന്നുണ്ട്, മാർക്സ് മറ്റൊരു നിലയിൽ പറയുന്നുണ്ട്. അവരുടെ കാലത്ത് ഫാഷിസം ഈ രൂപത്തിലില്ല, പക്ഷെ ഇഷ്യൂ അവർ തിരിച്ചറിയുന്നുണ്ട്. ഗാന്ധിജി അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് ബിൽഗ്രാമിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഈ ഷിഫ്റ്റ് സംഭവിച്ചത്? 4 തരത്തിലുള്ള 4 പ്രവർത്തന ക്രമങ്ങൾ അതിലുണ്ട് എന്ന് ബിൽഗ്രാമി പറയുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്താണ് ഈ ആധുനികതയിൽ വന്ന അടിസ്ഥാനപരമായ അഥവാ അത് മുമ്പോട്ട് വെച്ച സമുന്നതമായ മൂല്യബോധവും മൂല്യവ്യവസ്ഥയും അതിന്റെ ജീവിതക്രമവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ കാതൽ എന്ന നിലയിൽ 4 ഘടകങ്ങളെ ബിൽഗ്രാമി എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഏതൊക്കെ തരത്തിലുള്ള പരിവർത്തനം സംഭവിച്ചു? അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം, ഹൗ ആൻഡ് വെൻ ഡിഡ് വി ബിഗിൻ ടു തിങ്ക് ഓഫ് ദ വേൾഡ് നോട്ട് ആസ് എ പ്ലേസ് ടു ലിവ് ഇൻ ബട്ട് എ പ്ലേസ് ടു മാസ്റ്റർ ആൻഡ് കൺട്രോൾ. ജീവിക്കാനുള്ള ഒരിടം എന്ന നിലയ്ക്ക് ഭൂമിയെ കാണുന്നതിന് പകരം കൈയടക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരിടം എന്ന നിലയിൽ നാം എപ്പോഴാണ് ഭൂമിയെ കാണാൻ തുടങ്ങിയത്, ലോകത്തെ കാണാൻ തുടങ്ങിയത്? 4 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം നേച്ചർ ടു നേച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള മാറ്റം. ചെറിയ മാറ്റമല്ല കേട്ടോ, പ്രകൃതിയിൽ നിന്ന് പ്രകൃതി വിഭവങ്ങളിലേക്ക് ഉള്ള മാറ്റം. ഫ്രം ഹ്യൂമൻ ബീയിങ്സ് ടു സിറ്റിസൺസ്, മനുഷ്യർ എന്നതിൽ നിന്ന് പൗരർ എന്നതിലേക്കുള്ള മാറ്റം. ഫ്രം പീപ്പിൾ ടു പോപ്പുലേഷൻ, ജനങ്ങളിൽ നിന്ന് ജനസംഖ്യയിലേക്ക്. ഫ്രം നോളജ് ടു എക്സ്പെർട്ടൈസ്, വിജ്ഞാനത്തിൽ നിന്ന് വൈദഗ്ധ്യത്തിലേക്ക്. ബിൽഗ്രാമി പറയുന്നത് ആധുനികതയുടെ അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ ഈ 4 ഘടകങ്ങളിലാണ്. പ്രകൃതിയെ പ്രകൃതി വിഭവമാക്കി. എന്താ വ്യത്യാസം? പ്രകൃതി എന്നത് നിങ്ങൾ വസിക്കുന്നൊരിടാണ്. പ്രകൃതി വിഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്തുള്ള ഒന്നാണ്. വിഭവം എന്ന് പറയുന്നത് പണ്ട് വിജയമാഷ് പറയും, ചൂഷണം എന്ന വാക്ക് മലയാളത്തില് ഒരു ഒരു കുറ്റബോധവും കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ. അത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം പ്രകൃതി വിഭവം നമുക്ക് ചൂഷണം ചെയ്യാവുന്നതാണല്ലോ. മാർക്സ് പ്രകൃതിയെ കുറിച്ച് പറഞ്ഞൊരു വാക്യം ഓർക്കേണ്ടതാണ്. ഞാൻ ഈ മാർക്സ് പറഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും മാർക്സിസം അല്ല എന്നും ഇതൊക്കെ മറ്റെന്തോ ആണെന്നും ധാരാളം പേര് ഇപ്പൊ കരുതുന്നുണ്ട്. ഞാൻ മാർക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാർക്സ് പറഞ്ഞ വാക്യം, നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. എന്താണ് പ്രകൃതി? മനുഷ്യന്റെ അജൈവ ശരീരം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളത് വിഭജിത ബന്ധങ്ങളല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളത് വൈരുദ്ധ്യാത്മകമായ ബന്ധം. എൻ്റെ ശരീരം ഇതാണ്, പ്രകൃതി എൻ്റെ അജൈവ ശരീരമാണ്. ഈ അജൈവ ശരീരവും ജൈവ ശരീരവും തമ്മിലുള്ള ചേർച്ചയിലാണ് പ്രകൃതി നിലനിൽക്കുക. നോക്കൂ, മാനുഷികമായി തീർന്ന പ്രകൃതിയാണ് നമ്മൾ കാണുന്നത്, കേവല പ്രകൃതിയല്ല. അതുപോലെ പ്രാകൃതികമായി തീർന്ന ശരീരമാണ് നമ്മുടേത്, കേവല ശരീരമല്ല. കേവല ശരീരം എന്നൊന്നില്ല, കേവല പ്രകൃതി എന്ന ഒന്നുമില്ല. ഈ കേവല പ്രകൃതിയെയും കേവല ശരീരത്തെയും സൃഷ്ടിച്ച് മനുഷ്യന് പുറത്തു നിൽക്കുന്ന കേവല പ്രകൃതി എന്ന സങ്കല്പം, അല്ലെങ്കിൽ പ്രകൃതിക്ക് പുറത്തുള്ള കേവല മനുഷ്യൻ എന്ന സങ്കല്പം വാസ്തവത്തിൽ മുതലാളിത്ത ആധുനികത ജന്മം നൽകിയ ഒരു വൈരുദ്ധ്യമാണ്, ഒരു ബൈനറിയാണ്. ഈ ബൈനറിയുടെ കേന്ദ്രത്തിലാണ് മാർക്സ് പോയി തൊടുന്നത്. നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ബിൽഗ്രാമി പറയുന്നത് ആധുനികതയ്ക്കകത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ക്രൈസിസ് നേച്ചർ എന്നതിനെ നേച്ചുറൽ റിസോഴ്സസ് ആക്കി, ഹ്യൂമൻ ബീയിങ്സ് എന്നതിനെ സിറ്റിസൺസ് ആക്കി. വാസ്തവത്തിൽ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് അവിടെ വരുന്നുണ്ടോ, നാളെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വിശാലമായിട്ട് പറയാം. ഈ മനുഷ്യർ എന്ന് പറയുമ്പോൾ മനുഷ്യരെന്താണ്? മനുഷ്യർ സാർവലൗകികമായ ഒരു ജീവിതാവസ്ഥയുടെ ഉടമകളാണ്, മനുഷ്യവംശം. പക്ഷെ ആധുനികതയിൽ മനുഷ്യൻ എന്തായി തീർന്നു? രാഷ്ട്രത്തിലെ പൗരസമൂഹമായി തീർന്നു. നിങ്ങൾ ഏതെങ്കിലും രാജ്യക്കാരനായി തീർന്നു. നിങ്ങൾ വ്യക്തിയായിരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രത്തിലെ പൗരത്തിന്റെ ഭാഗമാകുന്നു. രാഷ്ട്രത്തിലെ പൗരരുടെ ഭാഗമാകുന്നതോടെ നിങ്ങൾ രാഷ്ട്രത്തോട് കൂറു പുലർത്താൻ ഉത്തരവാദിത്വമുള്ളവരായി തീർന്നു. അങ്ങനെ രാഷ്ട്രത്തിലെ പൗരന്മാരായി തീർക്കുകയും മനുഷ്യവംശത്തിന്റെ സാർവലൗകിക സാഹോദര്യം എന്നതിൽ നിന്ന് ഒരു ഇടുക്കത്തിലേക്ക് മനുഷ്യരെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒന്നാണ് സിറ്റിസൺഷിപ്പ്, ഹ്യൂമൻ ബീയിങ്സ് ടു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പീപ്പിൾ ടു പോപ്പുലേഷൻ. ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളും ആശകളും അഭിലാഷങ്ങളും തൃഷ്ണാജീവിതവും ഒക്കെ കൂടിക്കലർന്ന ഒന്നാണ്, ഒരു ജൈവികതയാണ് ജനങ്ങൾ എങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടറിക്കുള്ളിൽ, ഒരു രാഷ്ട്രാതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന മനുഷ്യരുടെ എണ്ണമാണ് പോപ്പുലേഷൻ. ലളിതമായി പറഞ്ഞാൽ പോപ്പുലേഷൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് റിയാലിറ്റിയാണ്. ഫ്രം പീപ്പിൾ ടു പോപ്പുലേഷൻ. നാലാമത്തത് ഫ്രം നോളജ് ടു എക്സ്പെർട്ടൈസ്. നമ്മുടെ എല്ലാ വിജ്ഞാനവും ഏതാണ്ട് വൈദഗ്ധ്യമായി തീർന്നതുകൊണ്ട് വിജ്ഞാനത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമേ ഇല്ലാത്ത ഒന്നായി തീർന്നു. അതുകൊണ്ട് എത്ര വിജ്ഞാനം നേടിയതിനു ശേഷവും എത്ര സാമൂഹ്യ വിരുദ്ധമായി ജീവിക്കാനും ഒരു പ്രയാസമില്ല എന്നത് നമ്മുടെ വലിയൊരു സിദ്ധിയായിട്ട് പിൽക്കാലത്ത് മാറിത്തീരുകയും ചെയ്തു. ഈ 4 ഘടകങ്ങളിൽ ഊന്നിയിട്ടാണ്, ഈ 4 ഘടകങ്ങളെ മറികടക്കാനാണ് വാസ്തവത്തിൽ മാർക്സും ഗാന്ധിയും ഈ നോൺ ഏലിയനേറ്റഡ് ലൈഫ് എന്നതിൽ നിന്ന് ശ്രമിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. അത് വാസ്തവത്തിൽ ആധുനികത മുമ്പോട്ട് വെച്ച മൂല്യവ്യവസ്ഥയും അതിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂലധനം ആധുനികതയുടെ ജീവിതക്രമത്തിൽ സർവംഗ്രാഹത്വം കൈവരിച്ചതോടെ അതിന് സംഭവിച്ച വിപര്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. നേച്ചർ ടു നാച്ചുറൽ റിസോഴ്സസ് എന്നത്, ഹ്യൂമൻ ബീയിങ്സ് ടു സിറ്റിസൺസ് എന്നത്, പീപ്പിൾ ടു പോപ്പുലേഷൻ എന്നത്, നോളജ് ടു എക്സ്പെർട്ടൈസ് എന്നത്. ഇതോടെ ഉപകരണവാദപരമായ പ്രയോജനവാദത്തിൻ്റെതായ ഒരു ജീവിതക്രമമായിട്ട് ആധുനികത മാറിത്തീരുകയും അവിടെ പ്രകൃതി എന്ന് പറയുന്നത് കൂടുതൽ വസ്തുവൽക്കരിക്കപ്പെട്ട ഒന്നായി തീരുന്നു. അറിവ് എന്ന് പറയുന്നത് വൈദഗ്ധ്യമായി തീരുന്നു. ശാസ്ത്രം എന്നത് സാങ്കേതിക വിദ്യയായി തീരുന്നു. ജനങ്ങൾ എന്ന് പറയുന്നത് ജനക്കൂട്ടമായി തീരുന്നു എന്ന് പറയാം. ഈ പ്രക്രിയകളെ ആകമാനം സൂചിപ്പിക്കാൻ മാർക്സ് ഉപയോഗിച്ച ഒരു വാക്ക് വസ്തുവൽക്കരണം എന്നതാണ്. റൈഫിക്കേഷനോ ഫെറ്റിഷിസം മുതലായ വാക്കുകളാണ്. ഗാന്ധിജി ഉപയോഗിച്ച വേറൊരു വാക്ക്, അദ്ദേഹം ഈ വാക്കല്ല ഉപയോഗിച്ചത്, ഡീസാക്രലൈസേഷൻ എന്ന് പറയുന്നു. വിശുദ്ധവൽക്കരണത്തിനെതിരെ. സൈക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായത്. ഈ വിശുദ്ധീകരണത്തിന്റെ അപവിശുദ്ധീകരണം, പ്രകൃതിയുടെ അപവിശുദ്ധീകരണം എന്ന ഒട്ടൊക്കെ മതാത്മകമായ ഒരു വാക്കാണ് ഗാന്ധിജി ഉപയോഗിച്ചത്. ഒരുപക്ഷെ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗാന്ധിയില് ഈ എന്താ പറയാ മതാത്മകതയുടെ ഒരു വലിയ ലോകം ഏറെക്കുറെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹം ഇപ്പൊ ഗാന്ധിയെ കുറിച്ച് പറയുന്ന വളരെ മുമ്പ് ഫാഷിസ്റ്റ് തലമുറ കിടക്കുന്ന കാലത്ത് ഗ്രാംഷി ഗാന്ധിയെ കുറിച്ച് എഴുതുന്നുണ്ട്. അന്ന് ഗ്രാംഷി ഗാന്ധിയെ കുറിച്ച് പറയുന്നത് നെവ് തിയറൈസേഷൻ ഓഫ് പാസീവ് റവല്യൂഷൻ വിത്ത് റിലീജിയസ് ഓവർടോൺസ് എന്നാണ്. മതാത്മക ധ്വനികളോടുകൂടിയ നിസ്സംഗമായ വിപ്ലവത്തിന്റെ സരള സിദ്ധാന്തമാണ് ഗാന്ധിജി അവതരിപ്പിക്കുന്നത് എന്ന് അന്ന് ഗ്രാംഷി പറയുന്നുണ്ട്. അതിലൊരു വിപ്ലവാത്മക അംശമുണ്ട്, പക്ഷെ അതിൽ മതാത്മക ധ്വനികളും ഉണ്ട്. ഈ മതാത്മക ധ്വനികളെ മാത്രം മുൻനിർത്തി നമ്മൾ ഗാന്ധിജിയെ കണ്ടാൽ പോരാ, അതിലെ വിപ്ലവാത്മകമായ ചില ഉള്ളടക്കങ്ങളെയും നമ്മൾ കാണണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയില് 2-3 മൗലികമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, സമയം വൈകുന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു പോയിന്റ് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നൊരു വാദഗതി, എൻ്റെ സ്വന്തം വാദഗതിയല്ല, പലരും ബിൽഗ്രാമി അടക്കം പലരും ബിഗുപരേഖും ബിൽഗ്രാമിയും ഒക്കെ അടക്കം പലരും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ആധുനികതയ്ക്കുള്ളിൽ അതിൻ്റെ മൂല്യവ്യവസ്ഥയെ സ്വാംശീകരിച്ചുകൊണ്ടും
വ്യാവസായിക നാഗരികതയായി തീർന്ന അതിൻ്റെ പ്രയോഗതലത്തെ വിമർശനാത്മകമായി മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ഡയലോജിക് റിലേഷനാണ് ഗാന്ധിജി ആധുനികതയോട് വച്ചു പുലർത്തിയത്. ഇപ്പോൾ ആധുനികമായ ധാർമ്മിക വ്യവസ്ഥ നമ്മുടെ ഭരണകൂടങ്ങളുള്ള മുമ്പോട്ട് വയ്ക്കുന്ന ജീവിതവും ഗാന്ധിയുടെ വീക്ഷണവും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഗാന്ധിജി മോഡേൺ സ്റ്റേറ്റിന് പൊതുവിലെതിരായിരുന്നു. എന്തുകൊണ്ട്? മോഡേൺ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഗാന്ധിയുടെ ഒരു അടിസ്ഥാന വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോമസ് ഹോബ്സ് വഴി വികസിച്ചു വന്ന ഒരു ഭരണകൂട സങ്കല്പമുണ്ട്. ഹോബ്സ് പറയുന്ന എന്താണ്? മനുഷ്യർ സ്വതവേ സ്വാർത്ഥരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെയും നിങ്ങൾ എനിക്കെതിരെയാണ്. എൻ്റെ താല്പര്യങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എൻ്റെ താല്പര്യങ്ങളെതിരാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പൊതു രീതി എന്താണ്? ഓൾ അഗെയിൻസ്റ്റ് ഓൾ. എല്ലാവർക്കും എതിരെ യുദ്ധം ചെയ്യാവുന്ന ഒരു സാർവത്രികമായ കൂട്ടക്കലാപത്തിൻ്റെ അന്തരീക്ഷമാണ് മനുഷ്യർക്കിടയിലുള്ളത്. ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കുന്നു? എൻ്റെ താല്പര്യവും നിങ്ങളുടെ താല്പര്യവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു പൊസിഷനിൽ വച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനും സമൂഹത്തെ ഭദ്രമായി മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള അധികാരം നമ്മളൊരു മേൽത്തട്ട് ശക്തിക്ക് നൽകുന്നു. അവർ നമ്മെ നിയന്ത്രിക്കുന്നു. അതാണ് ഭരണകൂടം. അതുകൊണ്ട് ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? എൻ്റെ താല്പര്യം നിങ്ങൾക്കെതിരാകുമ്പോഴും നിങ്ങളുടെ താല്പര്യം എൻ്റെ താല്പര്യത്തിനെതിരാകുമ്പോഴും അതൊരു കോൺഫ്ലിക്റ്റിലെത്താതെ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഭരണകൂടം മുമ്പോട്ട് വരുന്നു. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യവും ഭരണകൂടത്തിന് അടിയറവയ്ക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യവും അടിയറവയ്ക്കുന്നു, ഭരണകൂടം നമ്മെ നിയന്ത്രിക്കുന്നു. ഇതാണ് ഹോബ്സ് മുമ്പോട്ട് വെച്ച ഭരണകൂട സങ്കല്പം. പൊതുവെ പറഞ്ഞാൽ ആധുനിക രാഷ്ട്ര സങ്കല്പം, ഏറെക്കുറെ ഭരണകൂട സങ്കല്പം ഇങ്ങനെയാണ്. ഗാന്ധിജി ഇതിനോട് ഇടഞ്ഞത് അടിസ്ഥാനപരമായ ഒരൊറ്റ പോയിന്റിലാണ്. ഗാന്ധി പറഞ്ഞു, മനുഷ്യര് സ്വാർത്ഥര് മാത്രമല്ല, മനുഷ്യര് സ്നേഹമുള്ളവരാണ്. മനുഷ്യരിൽ സ്വാർത്ഥമുണ്ട്, പക്ഷേ ഈ സ്വാർത്ഥത്തെക്കാൾ ബലിഷ്ഠമായ സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ മനുഷ്യരിലുണ്ട്. മനുഷ്യരിൽ പരിത്യാഗശേഷിയുണ്ട്, മനുഷ്യന് ഉപേക്ഷിക്കാനുള്ള കഴിവുണ്ട്. പരിത്യാഗം എന്ന് പറയുന്നത്, സാക്രിഫൈസ് എന്ന് പറയുന്നത് മനുഷ്യരിൽ നിലീനമായൊരു ശേഷിയാണ്. ആ ശേഷിയിലാണ് സ്നേഹം നിലനിൽക്കുന്നത്, ആ ശേഷിയിലാണ് വാത്സല്യം നിലനിൽക്കുന്നത്. സാക്രിഫിഷ്യലായ മനുഷ്യന്റെ സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യലിന്റെ ഏറ്റവും വലിയ രണ്ടാവിഷ്കാരങ്ങളായിട്ട് ഗാന്ധി കണ്ടത് സ്നേഹത്തെയും വാത്സല്യത്തെയും. പണ്ട് കുമാരനാശാൻ കവിതയിൽ എഴുതും, അമ്മതൻ നെഞ്ഞ് ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി എന്ന്. ചോരയെ പാലാക്കി മാറ്റുന്ന ഈ മൈത്രി, തൻ്റെ ചോരയെ പാലാക്കി മാറ്റി കുഞ്ഞിനെ നൽകുന്ന വാത്സല്യമായി തീരുന്നത് മൈത്രിയാണ്. ഈ മൈത്രിയുടെ മൂല്യം മനുഷ്യരിലുണ്ടെന്നും ഈ മൂല്യത്തെയാണ് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കേണ്ടത്, അതല്ലാതെ മനുഷ്യരിലുള്ള ഒരു നിഷേധവാസനയെ അല്ല. അതുകൊണ്ട് സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യലും അതുപോലെ ഓപ്പോസിഷണൽ പൊട്ടൻഷ്യലും മനുഷ്യരിലുണ്ടെങ്കിൽ, ശത്രുതാഭാവവും പരിത്യാഗഭാവവും മനുഷ്യരിലുണ്ടെങ്കിൽ, ശത്രുതാഭാവത്തെ കേന്ദ്രത്തിൽ നിർത്തി അതിനെ മനുഷ്യ സമൂഹത്തിന്റെ ഘടനാപരമായ ക്രമീകരണത്തിന്റെ അടിസ്ഥാനമാക്കുന്നത് ശരിയല്ല എന്നും, മറിച്ച് പരിത്യാഗത്തിനുള്ള മനുഷ്യന്റെ ശേഷിയിൽ, സഹനത്തിന്, ഉപേക്ഷയ്ക്ക്, സ്നേഹത്തിന്, വാത്സല്യത്തിന് ഒക്കെയുള്ള മനുഷ്യന്റെ ശേഷിയിൽ ഊന്നുന്ന മറ്റൊരു മൂല്യക്രമം, ഭരണക്രമം ഉണ്ടാകണമെന്നുള്ളതാണ് ഗാന്ധിജി ആധുനിക ഭരണകൂടത്തിനെതിരെ ഉയർത്തിയ പ്രധാന വിമർശനം. ഈ മറിച്ചായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഗാന്ധി 5 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ധാർമ്മികത എന്നത് നാം നിയമപരമായി പാലിക്കേണ്ട തത്വമായി തീർന്നു, അതിന് അനുഭവമൂല്യമില്ലാതായി തീർന്നു. നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. എന്തുകൊണ്ട്? നിയമം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത നിയമപരമായി തീർന്നു, അനുഭവമൂല്യമില്ലാതായി തീർന്നു. മറ്റുള്ളവർ പരിഗണനാർഹരാകുന്നത് നിയമപരമോ സ്വാർത്ഥമോ ആയ പ്രതലത്തിൽ മാത്രമാണ്. ലീഗലായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കുന്നു, അല്ലാതെ അവർ കൂടി ചേർന്നതാണ് നിങ്ങളെന്ന ആന്തരിക ബോധ്യത്തിൽ നിന്ന് അവരെ പണിയിരിക്കുന്നില്ല. ഗുരുവിന്റെ വാക്യം ഓർക്കണം, പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം, അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ഈ അപരപ്രിയ ഹേതുത്വം എന്നത് ആധുനികതയുടെ അടിസ്ഥാന മൂല്യത്തിനെതിരാണ്, അല്ലെങ്കിൽ അതിനെതിരാണ് ആധുനികതയുടെ അടിസ്ഥാനമായ ഭരണകൂട യുക്തി. അത് അപരത്തെ ശത്രുവായി കാണുന്നു. ഇതാണ് ഗാന്ധി ഉയർത്തിയ ഒന്നാമത്തെ വിമർശനം. ധാർമ്മികത നിയമപരമായി പാലിക്കേണ്ട അമൂർത്തമായ തത്വമായി അതിന് അനുഭവമൂല്യമില്ലാതായി.
മറ്റുള്ളവർ പരിഗണനാർഹരായി തീരുന്നത് നിയമപരമായതുകൊണ്ടോ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ കീഴ്പ്പെട്ടായി. 2, മാനുഷികതയുടെ പ്രകാശനമായല്ല, അനിവാര്യവും വേദനാഭരിതവുമായ നിയന്ത്രണമായിട്ടാണ് ധാർമ്മിക മൂല്യങ്ങൾ നമ്മിൽ നിൽക്കുന്നത്. നിങ്ങൾ പാലിക്കേണ്ട, നിവൃത്തിയില്ലാത്തത് കൊണ്ട് പാലിക്കേണ്ട ചില ക്രമങ്ങളായിട്ടാണ് ഇത് നിൽക്കുന്നത്, അല്ലാതെ അനിവാര്യമായ ഒരു അടിസ്ഥാന മൂല്യമായിട്ടല്ല. കെ ദാമോദരൻ പണ്ട് കാലത്ത് കേരളീയർ ഓർക്കാത്തൊരു പുസ്തകം ദാമോദരൻ എഴുതിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ അസാധാരണ ഗ്രന്ഥങ്ങളിലൊന്ന് 1960കളിൽ ദാമോദരൻ എഴുതുന്നുണ്ട്. അതിന്റെ പേര് ധാർമ്മിക മൂല്യങ്ങൾ എന്നാണ്. യൂറോപ്പിൽ തന്നെ മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിൽ എത്തിക്സ് ഒരു മേജർ കൺസേൺ ആവുന്നതിന് മുമ്പ് കേരളത്തിൽ അത് എഴുതിയ ആളാണ് ദാമോദരൻ. ആ പുസ്തകത്തിൽ ദാമോദരൻ ഒരു കാര്യം പറയുന്നുണ്ട്. രാത്രിയിൽ ഒരാൾ ഒരു സൂട്ട്കേസിൽ ധാരാളം പണവുമായിട്ട് നടന്നു വരുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസും പട്ടാളവും ഒന്നും കാവലില്ലാത്തൊരു സന്ദർഭമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി അയാളെ കൊലപ്പെടുത്തി ആ പണം മോഷ്ടിക്കാമെന്ന് 100ൽ 90 പേരും കരുതില്ല. എന്തുകൊണ്ട് കരുതുന്നില്ല? മനുഷ്യരിൽ അടിസ്ഥാനപരമായി ധാർമ്മിക മൂല്യമാണ്. നിങ്ങൾ അയാളെ കൊലപ്പെടുത്താതിരിക്കുന്നത് നിങ്ങളെ പോലീസ് പിടിക്കുന്ന കരുതിയതുകൊണ്ട് മാത്രമൊന്നുമല്ല. അങ്ങനെ കരുതി കൊലപ്പെടുത്താതിരിക്കുന്ന ചിലരുണ്ടാവാം. പക്ഷേ 100ൽ 99 പേരും അങ്ങനെ ചെയ്യാത്തത് മനുഷ്യരിൽ നിലീനമായ ധാർമ്മിക ബലം കൊണ്ടാണ്. ഈ ധാർമ്മികത മനുഷ്യന് അടിസ്ഥാനപരമായ ഒരു മൂല്യമാണ് എന്ന് ദാമോദരൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദാമോദരൻ കമ്മ്യൂണിസത്തെ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരിൽ നിലീനമായ ധാർമ്മിക മൂല്യങ്ങൾക്കനുസൃതമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ലോകക്രമം അവരെ സമ്മതിക്കാത്തതിൽ നിന്ന് ധാർമ്മികമായ ഒരു ജീവിതം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് കമ്മ്യൂണിസ്റ്റ് സമുദായം എന്ന് ധാർമ്മികതയെ മുൻനിർത്തി ദാമോദരൻ എഴുതുന്നുണ്ട്. ഗാന്ധിയുടെ ഈ വാക്യങ്ങളിൽ നിന്ന് അവിടേക്ക് ഒരു വഴിയുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാനുഷികതയുടെ പ്രകാശനമായിട്ടല്ല, അനിവാര്യവും വേദനാകരവുമായ നിയന്ത്രണങ്ങളായിട്ട് ധാർമ്മിക തത്വങ്ങൾ മാറിത്തീരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് സമൂഹം എന്തായിത്തീരുന്നു? ഭയത്തിലും സംശയത്തിലും അധിഷ്ഠിതമായ ഒന്നായിത്തീരുന്നു. ആധുനിക സമൂഹം അടിസ്ഥാനപരമായി ഭയവും സംശയവും നിറഞ്ഞതായിത്തീരുന്നു. അതിലെ ധാർമ്മികതയുടെ അടിസ്ഥാനം ഗാന്ധി പറയുന്നുണ്ട്, നോൺ മോറൽ മോട്ടീവ് ഓഫ് ഫിയർ. അധാർമികമായ ഭയമാണ് ധാർമ്മിക ജീവിതത്തിന്റെ പ്രേരണയായിത്തീരുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയറിയാം കേട്ടോ. നമ്മളൊക്കെ സദാചാര ജീവിതം നയിക്കുന്നത് നാട്ടുകാരെന്ന് പറയുന്നത് കരുതിയിട്ടാണ്. ഗാന്ധി അവിടെ പോയി തൊടുന്നത് നോൺ മോറൽ മോട്ടീവ് ഓഫ് ഫിയർ. അധാർമികമായിട്ടുള്ള ഭയമാണ് നമ്മുടെ ധാർമ്മിക ജീവിതത്തിന്റെ ആധാരമായി തീരുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള റെസിപ്രോക്കൽ ഇഗോയിസം, എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്, ഗാന്ധിയുടെ പ്രയോഗങ്ങളാണ്. എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്, വളരെ കൂടുതൽ ഉദാത്തീകൃതമായ സ്വാർത്ഥം. ആ സ്വാർത്ഥമാണ് റെസിപ്രോക്കൽ ഇഗോയിസം. ഓരോരുത്തരും അവരുടെ അഹത്തിൽ അമിതമായി ഊന്നുകയും ഞാൻ എൻ്റെ അഹത്തിലും നിങ്ങൾ നിങ്ങളുടെ അഹത്തിലും ഊന്നുകയും നമുക്കിടയിൽ വിഭജനത്തിന്റെ വലിയ ഭിത്തികൾ നിരന്തരം ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു ജീവിതക്രമം. അന്തിമമായി ഇതെന്തുണ്ടാക്കുന്നു? ബിൽഗ്രാമി പറഞ്ഞു നിർത്തുന്നത് ഡെവലപ്മെന്റ് ഓഫ് റെജിമെന്റഡ് ആൻഡ് മിലിറ്റന്റ് സൈക്കി. തട്ടുതിരിഞ്ഞതും ബലിഷ്ഠവുമായ മനോഘടനകളെ രൂപപ്പെടുത്തുന്നു. ഇങ്ങനെ ആധുനിക നാഗരികത എന്ന് പറയുന്നത് വ്യക്തികളെ അടിസ്ഥാനപരമായി തട്ടുതിരിഞ്ഞ ബലിഷ്ഠമായ ഭയത്തിലധിഷ്ഠിതമായ വിഭജിതമായ മനോഘടനയിലേക്ക് കൊണ്ടുപോവുകയും മനുഷ്യർക്കിടയിലുള്ള സഹജമായ സാഹോദര്യത്തെ, മനുഷ്യർക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹഭാവത്തെ, പരിത്യാഗ മൂല്യങ്ങളെ അത് പിൻനിരയിലേക്ക് തള്ളിമാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആധുനിക നാഗരികത എന്നത് നിലനിൽക്കാൻ യോഗ്യമല്ല എന്ന വിമർശനം ഗാന്ധി ഉയർത്തുന്നത്. അതായത് ആധുനികത മുമ്പോട്ട് വെച്ച സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, പുരോഗതിയുടെ യുക്തിയെ അതിനകമേ തന്നെ തകർക്കാൻ പോകുന്ന നിലയിലാണ് ആധുനികത വികസിച്ചു വന്നത് എന്നും ഈ വികാസ പ്രക്രിയയുടെ ഘട്ടത്തെ മുൻനിർത്തിയാണ് അതിനെ നിരസിക്കേണ്ടി വരുന്നത് എന്നുമുള്ള ഒരു ഡയലക്റ്റിക്കലായ പൊസിഷനാണ് ഗാന്ധിജി ആധുനികതയോട് എടുത്തത്. ഒരു കാര്യം കൂടി പറയണം, ഞാനത് അടുത്ത ക്ലാസ് സംഭാഷണത്തിൽ പറയാം. ഗാന്ധി മതവുമായി നടത്തിയ എൻഗേജ്മെന്റാണ്. അത് മറ്റൊരു വിഷയമാണ്. നാളത്തെ ദേശീയതയുമായി ബന്ധപ്പെടുത്തി അത് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ഗാന്ധിജിയെ ഏകപക്ഷീയമായി ആധുനികനാണോ ആധുനികതാ വിരുദ്ധനാണോ എന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ്
ഒരുപക്ഷെ ഗാന്ധിയെക്കുറിച്ച് നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായിട്ടുള്ള ബിൽഗ്രാമിയെ പോലെ ഒരാൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ ബിൽഗ്രാമിയുടെ ഒരു കാര്യം പറഞ്ഞത് മാർക്സിനെയും ഗാന്ധിയെയും ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ഒരുപക്ഷെ മാർക്സിന്റെ ചിന്താപാരമ്പര്യത്തെ ഗാന്ധിയുടെ ചിന്താപാരമ്പര്യത്തോട് ചേർത്തൊരച്ചു നോക്കാൻ ശ്രമിക്കുകയും ചെയ്ത വലിയൊരു വഴി ഗാന്ധിയിലുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഇത് അവസാനിപ്പിക്കാം. എന്താണ് തുടക്കത്തിൽ പറഞ്ഞ മതവർഗീയതയുടെ യുക്തിയുമായി ഇതിനുള്ള ബന്ധം? മതവർഗീയതയുടെ യുക്തി എന്താണ്? അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ ഭയത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, വെറുപ്പിൻ്റെ യുക്തിയെ ഒരു സമൂഹത്തിൽ സാർവത്രികമായി പടർത്തുക എന്നതാണ് ഫാഷിസ്റ്റുകളുടെ അടിസ്ഥാന സ്വഭാവം. അത് ഗാന്ധിജി കോടതിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്. ഗാന്ധി പറയുന്നത് രണ്ടാളുകൾക്കിടയിൽ ഒരു തർക്കം ഉണ്ടായാൽ 1 മണിക്കൂർ തമ്മിലിരുന്ന് വർത്താനം പറഞ്ഞാൽ തീർക്കാവുന്ന ഒരു തർക്കത്തെ 50 കൊല്ലത്തെ തീരാത്ത വ്യവഹാരമാക്കുന്ന ഏർപ്പാടാണ് ഈ കോടതി എന്ന് അദ്ദേഹം പറയുന്നത്. അത് വളരെ മർമ്മസ്പർശിയായ ഒരു ഒബ്സർവേഷനാണ്. മോഡേൺ മെഡിസിനോടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ ഒന്ന്, അതിലൊക്കെ വൈരുദ്ധ്യമുണ്ട് കേട്ടോ. ആദ്യം മോഡേൺ മെഡിസിനെതിരെ പറയുകയും അപ്പൻഡിക്സിന് സ്വയം ചികിത്സിക്കുകയും ചെയ്ത ആളാണ്. ഞാനതൊന്നൊരു കുറ്റമായിട്ട് പറയല്ല. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. വൈരുദ്ധ്യങ്ങളുടെ കൂടി പേരാണ് മനുഷ്യാവസ്ഥ എന്നുള്ളത്. വൈരുദ്ധ്യങ്ങളൊന്നുമില്ല എന്ന് മനുഷ്യർക്ക് കരുതാൻ പറ്റുന്നത് ഒന്നുകിൽ ജീവിക്കാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തങ്ങളുടെ വൈരുദ്ധ്യത്തെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ്. അതൊരു സന്തോഷമാണ്. അനുഗ്രഹീതരായ മനുഷ്യരാണ്. ആത്മബോധമില്ലായ്മ കൊണ്ട് ഗാന്ധിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഗാന്ധി മോഡേൺ മെഡിസിനെ കുറിച്ച് ഉന്നയിച്ചൊരു വിമർശനം, അത് നിങ്ങളുടെ ശരീരത്തെ ഒരു വസ്തുവാക്കി മാറ്റുന്നു. ഈ വസ്തുവൽക്കരണം, റൈഫിക്കേഷൻ എന്ന് പറയുന്ന ആ വസ്തുവൽക്കരണം ഗാന്ധിയുടെ വിമർശനത്തിന്റെ കേന്ദ്രത്തിലുണ്ട്. അപ്പൊ ഫാഷിസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർക്കിടയിൽ സഹജമായിട്ടുണ്ടാകേണ്ട മൈത്രിയെ, മനുഷ്യർക്കിടയിൽ സഹജമായിട്ടുണ്ടാകേണ്ട സ്നേഹത്തെ, സാഹോദര്യ ഭാവത്തെ, വാത്സല്യത്തെ, ആ വാത്സല്യവും സ്നേഹവും സാഹോദര്യവും മാർക്സിന്റെ മറ്റു അനാവലികളിൽ പറഞ്ഞാൽ ഒരുവൻ അപരന്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള അഭിലാഷത്തിന് പകരം അപരന്റെ വാക്കുകൾ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും മാത്രം സ്രോതസ്സായി കാണുന്ന ഒരു ജീവിതക്രമത്തിന്റെ രൂപപ്പെടലാണ് ഫാഷിസം. അപരൻ ശത്രുവാണ്. ഈ അപരത്തെ ശത്രുതയിൽ നിർത്തുന്ന അടിസ്ഥാന യുക്തി ആധുനികതയ്ക്കുള്ളിൽ കാലത്തിൽ വികസിച്ചു വന്നിട്ടുണ്ടെന്നും ആധുനികതയുടെ വിപുലമായ ജീവിത വ്യവസ്ഥയെ മൂലധനം വിഴുങ്ങുന്നതോടെ അത് മറുപുറത്തേക്കുള്ള സഞ്ചാരമായി തീരുന്നു. അതുകൊണ്ട് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നത് ലിബർട്ടി പ്രോപ്പർട്ടി ആയിത്തീരുന്നു. ലിബർട്ടി പ്രോപ്പർട്ടി ആയിത്തീരുന്നതോടെ പ്രോപ്പർട്ടി വ്യക്തിയെ ഒറ്റതിരിഞ്ഞ് ഒന്നാക്കി മാറ്റുന്നു. ഒറ്റതിരിഞ്ഞ് ഓരോ വ്യക്തികളും മറ്റെല്ലാ വ്യക്തികൾക്കും എതിരായിത്തീരുന്നു. അതോടെ സാഹോദര്യം എന്നത് ചെതറുകയും ഒറ്റതിരിഞ്ഞ് അറ്റോമിക് ഇൻഡിവിജ്വലിസം എന്നത് നിത്യശത്രുതയുടെ ഒരു ജീവിതക്രമത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ഈ പോയിന്റിൽ നോക്കുമ്പോഴാണ് അന്യവൽകൃതമായ ജീവിതം എന്നത് ആധുനികതയ്ക്കുള്ളിൽ പടിപടിയായി വികസിച്ചു വരുന്നുണ്ടായിരുന്നുവെന്നും ആ അന്യവൽകൃത ജീവിതാവസ്ഥയ്ക്കെതിരായ മനുഷ്യവംശത്തിന്റെ ചിന്തയുടെ ചരിത്രത്തിലെ 2 വലിയ പ്രയോഗസ്ഥാനങ്ങളാണ് മാർക്സിന്റെ മൂലധന വിമർശനവും ഗാന്ധിയുടെ ആധുനിക നാഗരികതാ വിമർശനവും എന്ന് കാണണം എന്ന് ഈ ബിൽഗ്രാമിയെ പോലൊരാൾ പറയുന്നത്. ഞാനിത് അപ്പാടെ സ്വീകരിക്കണം എന്നൊന്നും പറയല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗാന്ധിജി എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നിഷ്കളങ്കമാണ്, ലളിതമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തയ്ക്ക് നല്ല ആഴമുണ്ട്. കാരണം ചിന്തിച്ചുണ്ടാക്കിയതല്ല, ചരിത്രത്തിന്റെ നടുവിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്തതാണ്. അതിന്റെ വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് ആധുനികതയുമായുള്ള ഗാന്ധിയുടെ സംവാദങ്ങളെ നിഷേധാത്മകമായിട്ടല്ലാതെ അതേസമയം തന്നെ ഗാന്ധിജിയുടെ പരിമിതികളെയും നമ്മൾ കാണണം. ആ പരിമിതി ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനികതയുടെ വ്യവസ്ഥാപരമായ ഉള്ളടക്കത്തെ, മുതലാളിത്തത്തിന്റെ ഘടനാപരമായ സംവിധാനങ്ങളെ, മൂലധന ബന്ധങ്ങളെ ആഴത്തിൽ തിരിച്ചറിയുന്ന ഒരു വിമർശന പദ്ധതിയിലേക്ക് ഗാന്ധി എത്തിയില്ല എന്ന് ഇർഫാൻ ഹബീബൊക്കെ സൂചിപ്പിക്കുന്നതിൽ ഒരു വസ്തുതയുണ്ട്. ഇതുപോലെ തന്നെ ആധുനികത ജന്മം നൽകിയ രാഷ്ട്ര സംവിധാനങ്ങളെയും അതിൻ്റെ ഘടനാപരമായ അംശങ്ങളെയും സൂക്ഷ്മാംശങ്ങളിൽ മനസ്സിലാക്കാതെ സാർവത്രികമായ ഒബ്സർവേഷൻസിലേക്ക് ഗാന്ധി പലപ്പോഴും എടുത്തു ചാടുന്നത്
നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഹിന്ദു സ്വരാജിൽ നോക്കിയാൽ അദ്ദേഹത്തിന് വംശീയം എന്ന് പറയാവുന്ന മുൻവിധികൾ പോലും ചിലപ്പോഴുണ്ട്. ഇപ്പൊ ആസാം ജനതയെ കുറിച്ച് അവർ പിടിച്ചുപറിക്കാരാണ് എന്നൊക്കെ ഹിന്ദു സ്വരാജിൽ ഗാന്ധി എഴുതുന്നുണ്ട്. അദ്ദേഹം അതിന് മാപ്പുമൊക്കെ പറയുന്നുണ്ട് പിന്നീട്. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. വംശീയ മുൻവിധികൾ ഒക്കെ ഉള്ള ധാരാളം നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. അത്തരത്തിൽ എന്താ പറയുക, പലതരത്തിലുള്ള ഘടനാപരമെന്ന് വിളിക്കാവുന്ന പരാധീനതകൾ അദ്ദേഹത്തിനുള്ളപ്പോഴും ആധുനികതയിൽ നിലീനമായിട്ടുള്ള ഈ ഗാഠമായ ഒരു വൈരുദ്ധ്യത്തെ ഒരുപക്ഷെ ഗുരുവിനെ പോലൊരാള്, അല്ലെങ്കിൽ മാർസിനെ പോലൊരാള്, അല്ലെങ്കിൽ ആധുനികതയ്ക്കുള്ളിൽ നിന്ന് തന്നെ അതിന്റെ വിപരീത സഞ്ചാരത്തെ വിമർശനാത്മകമായി നോക്കിക്കാണാൻ ശ്രമിച്ച വലിയൊരു പാരമ്പര്യം, ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി നിലകൊള്ളുന്നത്. അതല്ലാതെ ഹിന്ദുത്വവാദികൾ എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആധുനികതയുടെ വിപരീത സ്ഥാനത്തെ ഒരു മതാത്മകവാദിയോ നെഹ്റുവിന്റെ ശത്രുവോ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ കേവലാരാധകനോ അന്ധവിശ്വാസങ്ങളുടെ പ്രചാരകനോ ഒന്നുമായിട്ടല്ല ഗാന്ധിജി നിലനിൽക്കുന്നത്. നിശ്ചയമായിട്ട് അന്ധവിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ടാഗോറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തർക്കമുണ്ടല്ലോ, ബീഹാറിലെ ഭൂകമ്പം ഇത്താചരിച്ചതിനുള്ള ദൈവശിക്ഷയാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഗാന്ധിയിലുണ്ട്. അതൊക്കെ നിലനിൽക്കെ തന്നെ there is a theoretical issue in Gandhi's political thinking എന്നതാണ്. അത് മൊഡേണിറ്റി ആയിട്ടുള്ള ഗാന്ധിയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആഴമുള്ള ഒരു വിനിമയം ഗാന്ധി നിലനിർത്തുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഗാന്ധിജിയെ ഉൾക്കൊള്ളാനായിട്ട് പറ്റേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെയോടുള്ള സ്വീകരണവും അദ്ദേഹത്തോടുള്ള വിമർശനവും നിശ്ചയമായും ഈ വൈരുദ്ധ്യാത്മകമായ ഒരു പ്രതലത്തിലാണ് നടക്കേണ്ടത് എന്നൊരു കാര്യമാണ് ഞാൻ മുഖ്യമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്.